ഇന്നത്തെ സ്റ്റോറി ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി. അപ്പോൾ അതിൻ്റെയാണ്. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാത്ത കാരണമാണ് അത് കേടായെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത്. 1974 കൽക്കട്ടക്കാരനായ ബിജോൺ നാഗാണ് ഈ IFB ഇൻഡസ്ട്രീസ് എന്നുള്ള പേരിൽ ഈ IFB വാഷിംഗ് മെഷീൻ സ്ഥാപിച്ചത് തൊട്ടുള്ള സകലമാന കഥകൾ നമ്മുടെ ടെക്നീഷ്യൻ എന്നെ പറഞ്ഞു തന്നു. അപ്പോൾ ഒരുപാട് തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് WD-40 കോട്ടൺ വേസ്റ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ കുറച്ച് വോളണ്ടറി ആയിട്ട് അത് ക്ലീൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ സോപ്പിൻ്റെ കാരണമാണ് ഈ ആക്സിൽ, ഇതിൻ്റെ ഡ്രമ്മിൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് അസംബ്ലിയാണ്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അസംബ്ലി ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒടിഞ്ഞു പോവില്ല. കമ്പനിക്കാരും ചിലപ്പോൾ ഇതിങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് പുതിയ ഒരു ഡ്രമ്മ് ഫിക്സ് ചെയ്തു. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി. ഞാനും കുറച്ച് വോളണ്ടറി ആയിട്ട് എൻ്റെ തുരുമ്പൊക്കെ കളയാനായിട്ട് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഉപയോഗിച്ചു. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ശരിക്കും ഈ കാര്യത്തിലൊരു ഇൻട്രോവേർട്ടാണ്. എനിവേ എന്തായാലും നമ്മുടെ സ്വന്തം വാഷിംഗ് മെഷീനല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗത്ത് കുറച്ച് MCയിൽ വെച്ച് ക്ലീനാക്കേണ്ട ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ ഫിക്സാക്കി. ഫൈനലി എന്താ പറയുക, ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ വീണ്ടും വർക്കായി. അപ്പോൾ താങ്ക് യു എവരി വൺ വാച്ചിങ് മൈ വീഡിയോ. ശ്രീജിത്താണ് നമുക്ക് ഈ സർവീസ് ചെയ്ത് തന്നത്. താങ്ക് യു ശ്രീജിത്ത്. ഇറ്റ് വാസ് എ നൈസ് ടൈം വിത്ത് യു.